ഹലോ ഡേ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ 30കളിലേക്ക് കിടക്കുന്ന സമയത്തേ നമുക്ക് വല്ലാത്ത ചില റിയലൈസേഷൻസ് വരും. ഇങ്ങനെ പോയാൽ പോരാ, നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ മഹാമണ്ടത്തരാണ്. ഒരാളോട് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ ചില പ്രവൃത്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഒരു സമാധാനത്തിന് റൂയിൻ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു 30കളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും നമ്മുടെ വെൽബീയിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ എന്ത് വേണേലും വിചാരിച്ചോട്ടെ, നമുക്ക് നമ്മുടെ സുഖവും സന്തോഷവും പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വളരെ അടുത്തൊരു 3-4 പേരുടെ സന്തോഷവും സമാധാനവും മാത്രമാണ് മാറ്റർ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ വരും. അങ്ങനെ എനിക്കൊരു 3-4 വെളിപാടുകൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. കേട്ടതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല, മറിച്ച് ലാഭം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2025 കിടന്ന സമയത്ത് ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം വാങ്ങിയിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുന്ന പരിപാടി ഞാൻ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. കുറച്ചൊന്നല്ല, ഞാൻ അങ്ങോട്ട് നിർത്തി. നമ്മുടെ കയ്യിലില്ലാത്ത എമൗണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേസ് വരുമ്പോൾ, എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻസ് വരുമ്പോൾ, ഈവൻ നാട്ടിൽ വെക്കേഷന് പോകുമ്പോഴൊക്കെ കടം വാങ്ങിയിട്ട് അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം മനസ്സുഖം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേക തരം അസുഖം എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സുഖത്തേക്കാൾ കൂടുതൽ. കടം നമുക്ക് പിന്നെയാണെങ്കിലും വീട്ടാലോ, അവർക്കിപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് യൂസ് ആകുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. ഇനി ഈവൻ നമ്മളുടെ ബർത്ത്ഡേസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് അതിന് സാധനം വാങ്ങിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാനങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാം, അതല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളത് വാങ്ങാം. അതിനിപ്പോൾ ഒരു 5 രൂപയുടെ മിൽക്കി ബാർ ആണെങ്കിലും അത് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം നമ്മൾ കടം വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കിട്ടുമോ? ഇല്ലല്ലോ. എന്തിനാണ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് അഫോർഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എന്തുണ്ട് അതിനുള്ള സാധനം വാങ്ങാം, എന്തുണ്ട് അത് കൊടുത്ത് സന്തോഷിപ്പിക്കാം കേട്ടോ. അടുത്ത ഒരു തിരിച്ചറിവ് നമ്മുടെ 2025 കിടന്ന, അല്ലെങ്കിൽ നമ്മുടെ 30കൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശ്രമം വേണ്ട സമയത്ത് നമുക്കാണ് അറിയുന്നത് എനിക്ക് റെസ്റ്റ് വേണം, ഞാൻ ടയേർഡാണ്, ഞാൻ ഫിസിക്കലി മെൻ്റലി ഒക്കെ ടയേർഡാണ്, എനിക്കൊരു റെസ്റ്റ് വേണം, ഞാൻ വേണ്ട വിധത്തിൽ എന്നെ ഒന്ന് പാമ്പർ ചെയ്യണം, എന്നാലാണ് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ വർക്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും എനിക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷനൊക്കെ വന്നു. അതായത് എനിക്ക് വയ്യ എന്ന് വേറെ ആരും ഡിസൈഡ് ചെയ്തിട്ട് മോളെ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയില്ലല്ലോ. എനിക്കാണ് എൻ്റെ അവസ്ഥ അറിയുന്നത്, ഞാനാണ് എന്നെ പാമ്പർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എപ്പോൾ എനിക്ക് റെസ്റ്റ് വേണം തോന്നുമ്പോൾ ഞാൻ മാൻഡേറ്ററി ആയിട്ട് ആ റെസ്റ്റ് എടുക്കും. എന്നിട്ട് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പേഴ്സണൽ ലൈഫിൽ കിടന്ന് ഓടുന്നതല്ല കേട്ടോ. എല്ലാം കൊണ്ടും റെസ്റ്റ്. മനസ്സിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ വല്ലാതെ വറീഡാവുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുക. പ്രോപ്പറായിട്ട് ഒന്ന് സെൽഫ് കെയർ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനം പോലെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഞാനങ്ങനെ ഒരു റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, ഓഫീസിൽ എന്ത് വിചാരിക്കും, എൻ്റെ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, നാട്ടുകാരും കൂട്ടുകാരും എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് നമ്മളെ കെയർ ചെയ്യണം. നമുക്ക് ഒന്നും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ, നമുക്ക് നമ്മളിൽ നിന്ന് വരുന്ന ഒരു ഇൻപുട്ട് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ആ ഒരു കൃത്യമായ ഇൻ്റർവെൽസിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം കേട്ടോ. അതെനിക്ക് 2025 ഒരു 1-2 വർഷം മുൻപ് വന്ന റിയലൈസേഷനാണ്. ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യമാണ് ജസ്റ്റിഫിക്കേഷൻ. ആളുകളോട് ജസ്റ്റിഫൈ ചെയ്ത് എൻ്റെ ഭാഗത്തെ സത്യസന്ധത, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായത്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടല്ല, അതല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാണ്ട് വല്ലാണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്ത് അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ ഞാൻ. അതായത് നമ്മളെ റോങ് ആയിട്ട് വിചാരിക്കരുത്, നമ്മളുടെ ഭാഗം അവർക്ക് ബോധ്യപ്പെടണം എന്നുള്ള രീതിയിൽ കേട്ടോ. കാരണം നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ആരെങ്കിലും എന്ത് വേണേലും വിചാരിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. അത് ചെയ്തു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നമ്മളെ തന്നെ ഒരാളോട് ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെയ്തത് ശരിയാണ്, നമ്മുടെ വേർഷൻ ശരിയാണെങ്കിൽ ആരെന്ത് വേണേലും വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. സോ ഓവറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനും ഓവറായിട്ടുള്ള എക്സ്പ്ലനേഷനും ഒക്കെ നമ്മുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ റൂയിൻ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളങ്ങ് ജീവിക്കുക, നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 2-3 പേഴ്സൺസിനെയും കൂടി അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ എന്തിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, നമ്മുടെ ടഫ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ ഈ സിറ്റുവേഷൻ കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത്, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ.
ആളുകൾ എന്ത് വേണേലും വിചാരിച്ചോട്ടെ നമ്മളെ പറ്റി. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ക്യൂർ ആവാനുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. മറ്റുള്ളവർ നമ്മളെ പറ്റി നന്നായിട്ടോ മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ടോ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധേഡാവേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒരു വലിയ റിയലൈസേഷനാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ആശ്വസിപ്പിക്കൽ പോലെയുള്ള ഒരു പോയിന്റാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് പലപ്പോഴും വിസിബിൾ ആയിരിക്കില്ല കേട്ടോ. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, ഈവൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം, ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് യൂട്യൂബ് ചാനൽ എന്ന് തന്നെ പറയാം, യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ലൈഫ് ആയിക്കോട്ടെ, നമുക്കൊരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഉടനടി ഉണ്ടാവില്ല കേട്ടോ. ഉടനടി ഉണ്ടാകുന്നവരുണ്ടാകും, പക്ഷെ അതൊക്കെ വളരെ റയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വിക്ടറി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വിജയം എപ്പോഴും ഒരു സ്ലോ ആയിരിക്കും കേട്ടോ. പ്രോഗ്രസ് വിസിബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, അവിടെ നിൽക്കുന്നില്ലല്ലോ എന്ന് മാത്രം കേട്ടോ. ചില സമയത്തൊക്കെ സബ്സ്ക്രൈബേഴ്സ് വല്ലാണ്ട് കയറാത്ത സമയത്തൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, എന്താണെന്ന് അറിയില്ല, തീരെ കുറവാണ്. പണ്ടൊക്കെ ഡെയിലി 30-40 ഒക്കെ വെച്ച് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ 5-6 ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടല്ല, നമ്മുടെ ഒരു വറി ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, സബ്സ്ക്രൈബേഴ്സ് നിന്നിട്ടില്ലല്ലോ, ഡെയിലി 1-2 ആളുകളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ, സോ അതൊരു ഗ്രോത്ത് അല്ലേ, നീ അങ്ങനെ ചിന്തിക്കുമെന്ന് പറയും. അപ്പം ഞാൻ ശരിയാണല്ലോ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി കേട്ടോ. കാരണം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റോ, ഇതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരോടും ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, എല്ലാവർക്കും നമ്മൾ ഈ ആൻസറബിൾ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലവരൊക്കെ നമ്മളോട് അതെന്തായി, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ആ കറണ്ട് സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അവർക്ക് അവരുടെ സർക്കിളിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗോസിപ്പ് മെറ്റീരിയൽ ആയിരിക്കും. നമ്മളുടെ അടുത്ത് നിന്ന് നമ്മുടെ സ്റ്റേറ്റസ് അറിഞ്ഞിട്ട് അവരപ്പുറത്ത് പോയിട്ട് അതിനെപ്പറ്റി അവർക്കറിയുന്നതും നമ്മൾ പറഞ്ഞതും അവർ ഗസ് ചെയ്യുന്നതും മറ്റുള്ളവർ ഗസ് ചെയ്യുന്നതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവരങ്ങ് ഡിസ്കസ് ചെയ്യും. നമ്മൾ കരുതും അവർ നമ്മളോട് ജെനുവിൻ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഫീലിങ്സും കെയറും സ്നേഹവും ഒക്കെ ജെനുവിൻ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങ് പൊട്ടിപ്പോകും കേട്ടോ. നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് പറയും. അതല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും, അയ്യോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനൊരു സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഇത് ഇന്നാളോടും കൂടി പറയണ്ടേ, അല്ലെങ്കിൽ അവരറിഞ്ഞില്ലെങ്കിൽ എന്താ വിചാരിക്കുക, അവളെൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരാളല്ലേ, സോ അവളോടും കൂടി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ ഇതെനിക്ക് പേഴ്സണലി ഉണ്ടായ കാര്യമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആ ഒരു കുട്ടിയോട് നമുക്ക് തോന്നി അവർ നമ്മളുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണ് എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിനക്ക് എല്ലാവരും നല്ലവരാണ്, നിനക്ക് എല്ലാവരും പാവങ്ങളാണെന്ന്. എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് ഞാൻ ഇത് ഇവളുടെ അടുത്ത് ഷെയർ ചെയ്തു കേട്ടോ, എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഒരു സ്റ്റേറ്റസ് ചേഞ്ച് ആയിട്ടുള്ള കാര്യം. ഞാനത് പറഞ്ഞ രീതിയും ഞാൻ ആ കുട്ടീനെ കണ്ടിരുന്ന രീതിയും വളരെ പേഴ്സണലായിട്ടാണ്, എൻ്റെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാനൊരു ഗോസിപ്പ് മെറ്റീരിയൽ ആയിരുന്നു, അവരുടെ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞൊരു നിമിഷം. അതല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ഉണ്ടായ സമയത്ത് ഞാനത് വേറെ പലരും പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്നുള്ളൊരു നിമിഷമൊക്കെ നമുക്ക് പേഴ്സണലി ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായ ഒരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ അത് ചോദിക്കാനൊന്നും പോയില്ല, സന്തോഷം, ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തു, സംസാരിച്ചു, അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ നിന്നു. പക്ഷെ ഞാൻ അവളുടെ അല്ലെങ്കിൽ അവരുടെ സർക്കിളിലൊരു ഗോസിപ്പ് മെറ്റീരിയൽ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സോ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ആൻസറബിൾ ആവേണ്ട ആവശ്യം പ്രത്യേകിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളുടെ ഒരു ഫ്യൂ പീപ്പിൾ ഉണ്ടാവും എപ്പോഴും, നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചുറ്റിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരോട് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക, അവരോട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക, അവരോട് ആൻസറബിൾ ആവുക, അവരോട് ജസ്റ്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും കൂടി കൂടുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സംസാരിക്കും, കളിക്കും, ചിരിക്കും, പരസ്പരം കളിയാക്കും, ഒത്തിരി പ്രിയപ്പെട്ടവരാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കും കേട്ടോ. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് അവരൊക്കെ നമ്മളുടെ ഫ്രണ്ട്സാണ്, നമ്മളുടെ മനുഷ്യരാണ്, മറിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട മനുഷ്യരല്ല, നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു 30 എത്തുമ്പോൾ എല്ലാവർക്കും ഈ തിരിച്ചറിവൊക്കെ ഉണ്ടാകും. അതെത്തുന്നതിന് മുന്നേ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊരു പ്രിക്കോഷൻ ആയിട്ട് എടുത്തോട്ടെ എന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.